ഹായ്. വാഗമണിലേക്കുള്ള റൈഡ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനത്തെ റൈഡിംഗ് ഗിയർ ഇടണം, റൈഡിംഗ് ഗിയർ വേണോ, നമുക്ക് പോയിട്ട് വന്നാൽ പോരെ. നോ, സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നിങ്ങളെ കുറച്ച് റൈഡിംഗ് ഗിയർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഒരു റൈഡിന് പോകുമ്പോൾ ഇഫ് ഇറ്റ് ഇസ് മോർ ദാൻ 20 കിലോമീറ്റേഴ്സ് യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് സേഫ്റ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് യു ആർ വിയറിംഗ് ദ പ്രോപ്പർ റൈഡിംഗ് ഗിയർ. റൈഡിംഗ് ഗിയറിന്റെ ഏറ്റവും മെയിനായിട്ട് വരുന്നത് ഹെൽമെറ്റ് തന്നെയാണ്. നമുക്ക് ഇതൊരു ഓഫ് റോഡ് ഹെൽമെറ്റ് ആണ്. ഓഫ് റോഡ് ഹെൽമെറ്റ് വേണമെന്നില്ല, ബട്ട് ഫുൾ ഫേസ് കവറിങ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് എപ്പോഴും മാൻഡേറ്ററി ആണ്. അതേപോലെ ഹെൽമെറ്റ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഹെൽമെറ്റിന്റെ ബക്കിൾ ക്ലിയർ ആയിട്ട് ഇടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഹെൽമെറ്റ് ഇടുന്നത് പോലീസുകാരെ കാണിക്കാനല്ല, നമ്മുടെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. റൈഡിങ്ങിൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ റൈഡിങ് ജാക്കറ്റ്. റൈഡിങ് ജാക്കറ്റ് എപ്പോഴും വരുന്നത് കുറേ പ്രൊട്ടക്ടേഴ്സോട് കൂടിയാണ്. അതിൽ ഒന്ന് നമ്മുടെ എൽബോ പ്രൊട്ടക്ടർ, പിന്നെ ഒന്ന് ഷോൾഡർ പ്രൊട്ടക്ടർ, പിന്നെ ഫ്രണ്ട് സൈഡ് പ്രൊട്ടക്ടർ ആൻഡ് ബാക്ക് സൈഡ് പ്രൊട്ടക്ടർ. നമ്മൾ എന്തെങ്കിലും ഒരു ഫോളിൽ ഇത് നമ്മളെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ കംസ് ദ റൈഡിങ് ഗ്ലൗസ്. റൈഡിങ് ഗ്ലൗസിൽ എപ്പോഴും ഇവിടെ ഒരു നക്കി പ്രൊട്ടക്ടർ ഉണ്ടാവും, ഒരു ഫിംഗർ പ്രൊട്ടക്ടർ ഉണ്ടാവും, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. ഇത് നമ്മൾ റൈഡിങ്ങിനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും സേഫ്റ്റി ആയിട്ടും പോകാനായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക്. ഇനി വരുന്നതാണ് നമ്മുടെ നീ പ്രൊട്ടക്ടർ. നോക്കൂ, നമ്മുടെ ഇവിടെ മെയിൻ നമ്മുടെ നീ പ്രൊട്ടക്ടർ ആൻഡ് ദെൻ ഷിൻ പ്രൊട്ടക്ടർ ആണ് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലെ പുറത്തല്ല ഇടേണ്ടത്. അങ്ങനെയാണ് ഒരുപാട് പേര് ഇടുന്നത്. പക്ഷെ ഇത് ശരിക്കും നമ്മുടെ റൈഡിങ് നോർമൽ ജീൻസിന്റെ ഉള്ളിലേക്കാണ് ഇത് പോകേണ്ടത്. ഇതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം റൈഡിങ് പാൻസ് ആണ്. അങ്ങനെ റൈഡിങ് പാൻസ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള റൈഡിങ് പാൻസ് തന്നെ യൂസ് ചെയ്യുക. അതേപോലെ അതിന്റെ പ്രോപ്പർ പ്രൊട്ടക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അതാണ് നമ്മുടെ റൈഡിങ് ബൂട്ട്സ്. ഈ റൈഡിങ് ബൂട്ട്സിന് ഇപ്പോൾ അത് ഇവിടം വരെ പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. ഈ സൈഡിലും നക്കിൾ സൈഡിലും ഇവിടെ രണ്ടും നല്ല പ്രൊട്ടക്ടേഴ്സ് റൈഡിങ് ബൂട്ട്സിന് എപ്പോഴും ഉണ്ടാവും. അതേപോലെ ഫ്രണ്ടിലും പ്രൊട്ടക്ടർ ഉണ്ടാവും. അതേപോലെ റൈഡിങ് ബൂട്ട്സിന്റെ നല്ല ഗ്രിപ്പും ആയിരിക്കും. ഇത് നമ്മുടെ റൈഡിങ് പോകുമ്പോൾ പല സിറ്റുവേഷനിലും നമുക്ക് വളരെ സപ്പോർട്ടായിട്ട് എപ്പോഴും വരാറുണ്ട്. ഇനി ഇതേപോലെ ഒരു റൈഡിങ് ബൂട്ട്സ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആങ്കിൾ കവർ ചെയ്യുന്ന ഒരു റൈഡിങ് ബൂട്ട്സ് മാൻഡേറ്ററി ആയിട്ട് കരുതേണ്ടതാണ്. ഇനി ഒരു ക്വാളിറ്റി റൈഡിംഗ് ഗിയർ നിങ്ങൾക്ക് കരുതണമെങ്കിൽ അതിന് ഓഫ്കോഴ്സ് ഒരു ചിലവാകും. അത് 7,000 to 15,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്വാളിറ്റി റൈഡിംഗ് ഗിയർ വാങ്ങാവുന്നതാണ്. പക്ഷേ ഇഫ് യു ആർ വറീഡ് അബൌട്ട് ദ കോസ്റ്റ്, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് കൂടുതലാണ്, പ്രൈസ് കൂടുതലാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒന്നാണ് ഈ നീ ഗാർഡ് പ്രൊട്ടക്ടർ, എൽബോ ഗാർഡ് പ്രൊട്ടക്ടർ, അതേപോലെ ഈ ഗ്ലൗസും. ഈ നീ ഗാർഡ് പ്രൊട്ടക്ടർ, എൽബോ ഗാർഡ് പ്രൊട്ടക്ടർ ഒരു കോംബോ ആയിട്ടാണ് വരുന്നത്. അതിന് 1000 രൂപയ്ക്ക് അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. ഈ ഗ്ലൗസ് 400 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം ക്വാളിറ്റി ഒരു ഗ്ലൗസ് ആണ്, നിങ്ങൾക്ക് ഇത്തവണ അത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരു പ്രോപ്പർ ക്വാളിറ്റി ഹെൽമെറ്റ് മാൻഡേറ്ററി ആയിട്ടും അതും ഫുൾ ഫേസ് തന്നെ ഉണ്ടായിരിക്കണം. പിന്നെ എപ്പോഴും ഒരു ഹെൽമെറ്റ് പ്രോപ്പർലി ടൈറ്റ് ആയിരിക്കണം, പക്ഷെ അത് ഹെഡേക്ക് ഉണ്ടാവാൻ പാടില്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് NN മോട്ടോർസ്പയിലാണ്. നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, നമ്മുടെ റൈഡിന് വേണ്ടിയിട്ട് പ്രോപ്പർ റൈഡിംഗ് ഗിയറിന്റെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക് യു.